കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് പ്ലാന്റ് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ മീനിനെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ബാക്കിയുള്ള വെള്ളം കൂടെ ഡ്രെയിൻ ചെയ്യാണ്. നമ്മളിങ്ങനെയാണ് വെള്ളം എപ്പോഴും നോർമലി ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു ട്യൂബ് ഇട്ടിട്ടാണ് നമ്മളെപ്പോഴും അക്വേറിയത്തിനകത്തുള്ള കല്ലുകളൊക്കെ വലിയ വലിയ കല്ലുകൾ ഇങ്ങോട്ട് ഇടുന്നുണ്ട്. ഇതിനകത്ത് കുറേ നമ്മൾ ഇത് റാസൽ ഖൈമയിൽ ദുബായിൽ റാസൽ ഖൈമയിൽ പോയപ്പോൾ, ദുബായില്ല UAE റാസൽ ഖൈമയിൽ പോയപ്പോൾ അവിടുത്തെ കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഈ കല്ലുകളും കക്കകളൊക്കെ. അത് നമ്മൾ ഇതിനകത്ത് ഇട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ആദ്യം ഒരു ലെയർ മണൽ വിരിക്കണം. അപ്പോൾ അതിനകത്ത് വലിയ കല്ലുകളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഇത് 30 രൂപ 1 കിലോ അത്രയേ ഉള്ളൂ. അത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ബാക്കി കറുപ്പ് നെല്ലൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നത്. മണൽ കുറച്ച് ഇത് പുഴ മണലാണ്. പുഴയിൽ നിന്ന് വരയ്ക്കുന്നതല്ല, മീൻസ് പുഴ മണൽ. ആ മണൽ ഏതാണെന്ന് മനസ്സിലാവാൻ അങ്ങനെ പറഞ്ഞത്. പുഴയിൽ എടുത്തൊന്നുമല്ല. ഇത് മഴയത്ത് ഇങ്ങനെ റോഡ് സൈഡ് വെള്ളം ഒഴുകി വന്നിട്ട് മണൽ അടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. കുറേ കഴുകി. ഇനി ചളി ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും പരീക്ഷിക്കാൻ. ഇപ്പോൾ ചളി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു കാർപ്പറ്റ് പ്ലാന്റ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ വെക്കാം. അതിൽ കുറച്ച് മിഡ് ഗ്രൗണ്ടും അതേപോലെ ബാക്ക്ഗ്രൗണ്ടും പ്ലാന്റ്സ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇത് മൊത്തം പുറത്തേക്ക് എടുക്കാം. ഇതൊരു കാർപ്പറ്റ് പ്ലാന്റ് ആണ്. ബാക്കി ഈ ഹൈറ്റുള്ളത് ബാക്ക്ഗ്രൗണ്ടും ബാക്കി ഹൈറ്റ് കുറവുള്ളതൊരു മിഡിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. നമ്മൾ കാർപ്പറ്റ് പ്ലാന്റ്സ് ഒരു ബെഞ്ച് ഇതിനകത്ത് 25 ഉണ്ടാകുന്ന പറഞ്ഞു. ഇതിനകത്ത് റൂട്ടുണ്ട്. ബാക്കി ഇതൊന്നും റൂട്ടില്ലാത്ത പ്ലാന്റ്സ് ആണ്. ഇവിടെ വെച്ചിട്ട് വേണം റൂട്ട് വെക്കാനായിട്ട്. റൂട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ഇതൊരു അക്വേറിയത്തിൽ ഇങ്ങനെ കല്ല് കെട്ടിയിട്ടാണ് സെറ്റ് ചെയ്യുക. നമ്മൾ മണലിൽ നിൽക്കും. അതിനുള്ള മണൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇത് കുറച്ച് പ്ലാന്റ്സ്. ഇതൊരു നമുക്ക് മിഡിലിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് റൂട്ടൊക്കെ ഉണ്ട്. റൂട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഗ്രാസ് നിറയെ വെക്കാനുണ്ട്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. നമ്മളിനി ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന കട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത് നിറയെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഫൈനലി നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞു. കല്ല് വെച്ചു, 2 കരിങ്കല്ല് കഷ്ണം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ വുഡിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട്, പിന്നെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി ഫിൽറ്റർ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പദ്ധതി. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് വെള്ളം അക്വേറിയത്തിലേക്ക് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഓക്കെ, നമ്മൾ വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ വെള്ളം നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ്ടോ, ഇവിടെ ഓസിട്ട് വെച്ചിട്ടുണ്ട്. ആ വുഡിൻ്റെ മേലേക്കാണ് വെള്ളം വിട്ടിരിക്കുന്നത്. നമ്മളത് ഇപ്പുറത്തെ കുടത്തിൽ പൈപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം മെല്ലെ വെള്ളം നിറഞ്ഞോളും, വെള്ളം കലങ്ങില്ല. അപ്പം നല്ല ഫ്രഷായിട്ട് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു, മീനിനെ വിട്ടിട്ടുണ്ട്. എല്ലാവരും പുതിയ സ്ഥലത്തിൽ വന്നതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും സ്പാനിഷാണ്. ഒരു സൗണ്ട് സെൻസ് ചെയ്യുന്നുണ്ട് അവിടെ. ജനലും വാതിലൊക്കെ അടയ്ക്കുന്ന ആ സൗണ്ടിനനുസരിച്ച് ഇവിടെ ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, ഫൈനൽ റിസൾട്ട് ഓഫ് അവർ പ്ലാന്റഡ് അക്വേറിയം. പെബിൾസ് മാത്രം